ഇത് പെരുമണ്ണ പഞ്ചായത്തിൽ UDF കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് നേരത്തെ മൂസക്കാക്ക പറഞ്ഞതുപോലെ പുത്തൂർമഠത്തിന്റെ ഹൃദയഭാഗങ്ങളൊക്കെ UDFന്റെ മെമ്പർമാരാൽ കൊണ്ട് അലങ്കൃതമാണ്. അതല്ലെങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്തുമുള്ളവരെല്ലാം UDFന്റെ കൗൺസിലർ മെമ്പർമാരായതുകൊണ്ട് തന്നെ ആ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ അവിടെ കിടന്ന് നശിക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി അന്നത്തെ പെരുമണ്ണ പഞ്ചായത്തിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും പെരുമണ്ണ പഞ്ചായത്ത് ഭരിക്കുന്ന അജിതയിലേക്കും അതുപോലുള്ള വൈസ് പ്രസിഡന്റിലേക്കും നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനം അവിടെ മരവിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഞാനൊരൊറ്റ കാര്യം മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതിയോട് ചോദിക്കുന്നത്. പെരുമണ്ണ പഞ്ചായത്തിലെ 152 സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന 151 സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന നമ്മൾ ഈ പ്രസംഗിക്കുന്ന ധർണ നടക്കുന്ന തൊട്ട ബേക്കിലുള്ള ഈ കെട്ടിടം ഉൾപ്പെടെ അങ്ങ് അമ്പിലോളി വരെ നീണ്ടുകിടക്കുന്ന പ്രദേശത്തിലുള്ള എല്ലാ സർവേ നമ്പറുകളും ഡാറ്റാ ബാങ്കിൽ പെട്ടതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് എത്ര കെട്ടിടങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഈ 2010 ആയുർവേദ ഹോസ്പിറ്റലിന്റെ 2015 ശേഷം ആയുർവേദ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എത്രത്തോളം കെട്ടിടങ്ങൾ ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പെരുമണ്ണ പഞ്ചായത്ത് എത്രത്തോളം കെട്ടിടങ്ങൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെ അവരവരുടെ കെട്ടിടങ്ങൾ പണിയുകയും അതിൽ റെഗുലൈസ് ചെയ്ത നടപടികൾ ഒന്നുകിൽ പഞ്ചായത്തിൽ നിന്നും വാങ്ങിയെടുക്കുകയും അതല്ലെങ്കിൽ കോടതി മുഖാന്തരമോ അതല്ലെങ്കിൽ കളക്ടറേറ്റിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നൊക്കെ അതിന്റെ അംഗീകാരം വാങ്ങിയെടുത്തുകൊണ്ട് തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷാജി അടക്കമുള്ളവര് എന്തോ ഒരു ഇരട്ടത്താപ്പ് മനോഭാവമായി കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യാഥാർത്ഥ്യമാണ്.